PFI കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. ഡിസംബർ 23-ലെ ഉത്തരവ് സർക്കാർ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് ഹൈക്കോടതി. സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നിർദ്ദേശം നൽകിയതെന്നും നോട്ടീസ് നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഉത്തരവിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവിൽ പറയുന്നത്? ധന്യ, പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിനിടെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് സർക്കാരിന് രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുകയാണ്. ഡിസംബർ 23-ന് നൽകിയ ഹൈക്കോടതിയുടെ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നതാണ് ഹൈക്കോടതി പറയുന്നത്. 23-നകം, അതായത് ഈ മാസം 23-നകം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രതികൾ, അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്ത ആളുകളുടെയും ഓർഗനൈസേഷന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി അതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം അതിന്റെ ഒരു ജില്ലാ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണം എന്നാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ശങ്കരൻ നമ്പ്യാരാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം, അതായത് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലുമായി അക്രമം നടത്തിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഡിസംബർ 23-ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഉടൻ തന്നെ ജനുവരി 15-നകം തന്നെ ഈ കാര്യങ്ങൾ, അതായത് റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കും എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. അഡീഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് നേരിട്ട് ഹാജരായിക്കൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കും എന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ജനുവരി 17-ന് വീണ്ടും ഈ കേസ് പരിഗണിച്ച സാഹചര്യത്തിലും ജപ്തി നടപടികൾ എവിടെയും എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി വലിയ രൂക്ഷ വിമർശനം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പറയുന്നത് സർക്കാർ, അതായത് ഡിസംബർ 23-ന് ഹൈക്കോടതി നൽകിയ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇനി അതിനൊരു നോട്ടീസ്, ജപ്തി നടപടികൾ തുടങ്ങുന്നതിന് ഒരു നോട്ടീസ് നൽകേണ്ട ആവശ്യമില്ല. നോട്ടീസ് നൽകാതെ തന്നെ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഒപ്പം തന്നെ 23-നകം ഈ റിപ്പോർട്ട്, കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകണം. പ്രത്യേകിച്ചും 5 കോടി രൂപയോളം നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ നാശനഷ്ടം ഈ PFI ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കണം. ആ PFIയുടെ ഓഫീസുകളും മറ്റും കണ്ടുകെട്ടിക്കൊണ്ട് ഈടാക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ നിർദ്ദേശം വീണ്ടും സർക്കാർ ഉഴപ്പിയ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോ രജിസ്ട്രേഷൻ വകുപ്പ് കണ്ടെത്തിയ സ്വത്തിന്റെയൊക്കെ കണ്ടുകെട്ടൽ നടപടി അത് ജനുവരി 15-നകം പൂർത്തീകരിക്കുമെന്നായിരുന്നു കോടതിയിൽ സർക്കാർ ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സുബിയിലേക്ക് തിരിച്ചു വരാം. സുവിശ്വനാഥൻ വീണ്ടും ചേരുന്നു. സുബി പറഞ്ഞിരുന്നത് ഈ രജിസ്ട്രേഷൻ വകുപ്പ് കണ്ടെത്തിയ ഈ സ്വത്തുവകകളുടെയൊക്കെ കണ്ടുകെട്ടൽ അത് 15-നുള്ളിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നടപടിയെടുക്കാം എന്നായിരുന്നു സർക്കാർ നേരത്തെ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ അത് പാലിക്കാൻ സാധിച്ചില്ല. ഇനി എങ്ങനെയായിരിക്കും സർക്കാരിന്റെ നീക്കങ്ങൾ? നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഡിസംബർ 23-ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ സ്വത്തുക്കൾ വേഗത്തിൽ കണ്ടുകെട്ടണം, പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം, അതുവഴി ഈ ഹർത്താലിൽ ഇടയുണ്ടായ അക്രമത്തിലെ നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം കാണണം എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ഇതിനുള്ള ചുമതലയും ഹൈക്കോടതി സർക്കാരിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ ഹൈക്കോടതി പിന്നീട് എത്തി പറഞ്ഞത് ജനുവരി 15-നകം ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാം എന്നായിരുന്നു ഒരു ഉറപ്പ് സർക്കാർ നൽകിയത്. ഒപ്പം തന്നെ ഇതിന് കാലതാമസം വരുത്തിയതിന്, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിനിടെയുണ്ടായ അക്രമത്തിൽ സംഭവിച്ചതിന്റെ നാശനഷ്ടം ഈടാക്കുന്നതിന് ഉള്ള ജപ്തി നടപടികൾ തുടങ്ങാൻ അതിന് കാലതാമസം വരുത്തിയതിന് സർക്കാർ ഹൈക്കോടതിയിൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നേരിട്ട് ഹാജരായി മാപ്പ് പറഞ്ഞത്. അതിനുശേഷം ഈ നടപടികൾ വേഗത്തിലാക്കാം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നലെ വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ ഈ ജപ്തി നടപടികൾ എവിടെയും എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി കടുത്ത ഭാഷയിൽ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്.
പ്രത്യേകിച്ചും ഹൈക്കോടതി പറയുന്ന ഒരു കാര്യം, കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾ സർക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഇനി ഇതിന് നോട്ടീസ് നൽകേണ്ട കാര്യമില്ല, നോട്ടീസ് നൽകാതെ തന്നെ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് ജസ്റ്റിസ് ശങ്കരൻ നമ്പ്യാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനൊരു അന്ത്യശാസനവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജനുവരി 23-നകം തന്നെ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ പൂർത്തിയാക്കി, നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ജനുവരി 23-നകം തന്നെ കോടതിയിൽ സമർപ്പിക്കണം. അത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിക്കേണ്ടത് എന്നുമാണ് ജസ്റ്റിസ് ശങ്കരൻ നമ്പ്യാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഒന്നും കണ്ടുകിട്ടിയില്ലെങ്കിലും നോട്ടീസ് നൽകാതെ ഈ നടപടികൾ പൂർത്തിയാക്കണം 24 കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ എന്നുള്ളതല്ലേ കൃത്യമായിട്ട്? അത് സർക്കാർ എത്തരത്തിലായിരിക്കും ആ നടപടികളിലേക്ക് കടക്കുക എന്നാണ് അറിയുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്ന് തന്നെയാണ് സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്നത്. കാരണം ഇനി ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ട് എന്നത് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടേണ്ടത്. ആ റവന്യൂ റിക്കവറി നടപടികൾ നടത്തേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ സർക്കാരിനുണ്ട് എന്ന് കരുതാൻ കഴിയില്ല. സ്വാഭാവികമായും ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടി ജപ്തി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ 23-ന് മുമ്പ് തന്നെ സർക്കാർ അറിയിക്കേണ്ടി വരും. അതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ഉടൻ തന്നെ തുടങ്ങേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നന്ദി സുബി.